പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവ് യേശു മിശിഹായുടെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് പൊഴിഞ്ഞു വരുന്ന മാധുര്യമേറിയ തിരുവചനങ്ങളെ ഹൃദയങ്ങളിൽ സ്വീകരിച്ച് ആനന്ദം കൊള്ളുവാനും അതിനാൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന സർവ്വവല്ലഭനായ ദൈവം തമ്പുരാനെ സ്തോത്രം ചെയ്തുകൊണ്ട് പാദപീഠത്തിലിരുന്ന് സ്വർഗീയ ആലോചനയ്ക്കായിട്ട് കാതുകൊടുക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പലപ്പോഴും ഈ പ്രയാണമാർഗത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അനിവാര്യമായി സംഭവിക്കുന്ന ഒന്നാണ് നിലവിളി, വിലാപം. എത്ര സന്തോഷത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലും ചില പ്രത്യേക നിമിഷങ്ങളിൽ, സന്ദർഭങ്ങളിൽ അത് വന്നു ഭവിക്കും. ചില ആളുകൾ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കരയാൻ വിധിക്കപ്പെട്ടവരാണ്. അവരുടെ ജീവിതം കണ്ണുനീരിൻ്റെ പ്രയാണ വഴിയിലൂടെയുള്ള ഒരു യാത്രയാണ്. അവരെവിടെ തിരിഞ്ഞാലും അത് നൊമ്പരങ്ങളാണ്, വേദനകളാണ്, അസ്വസ്ഥതകളാണ്. എന്നാൽ വേറെ ചിലരെ സംബന്ധിച്ച് ആനന്ദകരമായ അവസ്ഥയിൽ ജനിച്ച് ആനന്ദകരമായി വളർന്ന് ആനന്ദകരമായ ജീവിതം നയിക്കുന്നു. പക്ഷേ എവിടെയെങ്കിലും വച്ച് അവർക്ക് ചില നൊമ്പരങ്ങൾ ഉണ്ടാകാം. ചിലപ്പോഴത് താങ്ങാനാകാത്ത നൊമ്പരങ്ങളാകാം, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സഹിക്കാനാകാത്ത നൊമ്പരങ്ങളാകാം. എങ്ങനെ ഇരുന്നാലും ഈ ആയുസ്സിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരും വിലാപം കഴിച്ചിട്ടുള്ളവരാണ്. അളവില്ലാതെ നിലവിളിച്ചിട്ടുള്ളവരും അവസരം പോലെ നിലവിളിച്ചിട്ടുള്ളവരും ഇത് കേൾക്കുന്നുണ്ട്. വേദപുസ്തകത്തിലും അതുപോലെ നിറഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ് വിലാപം അല്ലെങ്കിൽ നിലവിളി. പ്രിയപ്പെട്ടവരെ, പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ നിലവിളിക്കുന്നു. നിലവിളിക്കുന്ന കാരണങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ് ആ നിലവിളിയുടെ പ്രസക്തി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. വേദപുസ്തകത്തിൽ നിലവിളിച്ച ചില ആളുകളുടെ നിലവിളിയെക്കുറിച്ചൊന്ന് പരാമർശിക്കാം. ആ നിലവിളിയുടെ പശ്ചാത്തലം എന്തായിരുന്നുവെന്നും അത് ആരുടെ അടുക്കലാണ് നിലവിളിച്ചതെന്നും അതിൻ്റെ പര്യവസാനം എന്തായി എന്നും കൂടെ നമ്മൾ പരിശോധിക്കണം. നിലവിളിയെക്കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ നിലവിളിച്ച ഒരു മനുഷ്യനാണ് ദാവീദ്. ദാവീദ് ബെത്ലഹേമിനായി ഈശായിയുടെ മകനായി ജനിച്ചവനാണ്. ആട്ടിടയനായി വളർന്നവനാണ്. 8-ാമത്തെ വയസ്സിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. 12-ാമത്തെ വയസ്സിൽ ഗോലിയാത്തിനെ കൊന്ന് ശക്തി വെളിപ്പെടുത്തിയവനാണ്. 20-ാമത്തെ വയസ്സിൽ രാജസിംഹാസനത്തിൽ അധികാരം കൈയാളിയവനാണ്. പ്രിയപ്പെട്ടവരെ, 40 ആണ്ട് ഇസ്രായേൽ രാജ്യത്തെ അടക്കി ഭരിച്ച ചക്രവർത്തിയാണ്, രാജാവാണ്. ദാവീദിനെ സംബന്ധിച്ച് ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദാവീദ് മധുര ഗായകനാണ്. ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ സുന്ദര കവിതകൾ എഴുതിയിട്ടുള്ള ഒരു ഒന്നാം തരം സാഹിത്യകാരനാണ്. അതിലെല്ലാം ഉപരി ദൈവത്തെ മുറുകെ പിടിച്ച, ദൈവത്തെ സ്നേഹിച്ച സ്തോത്ര സങ്കീർത്തനങ്ങളുടെ ആധികാരികത അവകാശപ്പെടാവുന്ന ഒരു ആത്മീക ഗായകനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദാവീദ് മഹാരാജാവ് രാജാവായിരിക്കെ സ്വാഭാവിക നിലയിൽ ചിന്തിച്ചാൽ കരയാൻ കാര്യമില്ല. എന്നാൽ രാജസിംഹാസനത്തിൽ സർവാധികാരങ്ങളോടെ ഇരിക്കുമ്പോൾ തന്നെ സകല നിയന്ത്രണവും വിട്ട് ദാവീദ് മഹാരാജാവ് നിലവിളിച്ച് നിലത്ത് കിടന്നുരുളുന്ന ഒരു രംഗമുണ്ട്. അതാണ് 51-ാമത്തെ സങ്കീർത്തനം. ആ വിലാപമാണ്. ആ വിലാപം ദാവീദ് കഴിക്കാനുണ്ടായ സാഹചര്യമെല്ലാം നിങ്ങൾക്ക് നല്ലവണ്ണം ബോധ്യമുണ്ടെന്നാണ് അച്ഛൻ നനയ്ക്കുന്നത്. തൻ്റെ വിശ്വസ്തനായ പടയാളി ഊരിയാവിൻ്റെ ഭാര്യയെ മോഹിച്ച് സ്വന്തമാക്കി. അവൾ ഗർഭം ധരിച്ചു എന്നറിഞ്ഞപ്പോൾ രഹസ്യമായി ഊരിയാവെ വരുത്തിയ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഊരിയാവിൽ കെട്ടിവെക്കാൻ വേണ്ടി പട നടക്കുന്ന വേളയിൽ പോലും അവനെ വീട്ടിൽ വിശ്രമത്തിനയക്കാൻ ദാവീദ് ശ്രമിച്ചെങ്കിലും ഊരിയാവ് വഴങ്ങിയില്ല. എൻ്റെ പടയാളികൾ യുദ്ധക്കളത്തിൽ വിശ്രമമില്ലാതെ വെറും മണ്ണിൽ കിടന്നുറങ്ങുകയും പകലന്തിയോളം പോരാടുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ മെത്തയിൽ ഭാര്യയോടൊപ്പം ശയിക്കുകയില്ലെന്നവൻ സ്വയം തീരുമാനിച്ചു.
3 നാൾ ഈ പരീക്ഷണം തുടർന്നെങ്കിലും 3 നാളും ഊരിയാവിൻ്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് കണ്ടപ്പോൾ അവനെ ചതിവിൽപ്പെടുത്തി കൊല്ലാനുള്ള കുറിമാനമെഴുതി അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തയച്ചു പടനായകനായ യോവാബിൻ്റെ പേർക്ക്. രാജശാസനം അനുസരിച്ച് യോവാബ് ഊരിയാവിനെ പടയിൽ വെച്ച് ചതിവിൽപ്പെടുത്തി കൊലയ്ക്ക് കൊടുത്തു. ഊരിയാവ് കൊല്ലപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ വിധവയായിത്തീർന്ന ബർശബയുടെ കണ്ണുനീർ തുടയ്ക്കാനെന്ന വ്യാജേന രാജാവ് തനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത പടയാളിയുടെ വിധവയെ വിവാഹം കഴിച്ച് കടം വീട്ടി എന്ന ലോകർ അവനെ വാഴ്ത്തത്തക്കവണ്ണം മറ്റൊരു സൂത്രം കൂടെ അവൻ പ്രയോഗിച്ചു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും രാജാക്കന്മാരും നേതാക്കന്മാരും ഏകദേശമൊക്കെ ഇതേ നിലപാട് പുലർത്തുന്നവരാണ്. എല്ലാവരും അല്ലതാനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ എല്ലാം സേഫായിരിക്കുന്നു, ഇനി ഒന്നും പേടിക്കാനില്ലെന്നൊക്കെ സ്വയം വിധി പറഞ്ഞ് ആനന്ദപൂർണനായി ജീവിതം തുടരുകയാണ് ദാവീദ്. എന്നാൽ ദൈവത്തിന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും സ്വസ്ഥമായിരിക്കാൻ കഴിയുന്നില്ല. താൻ ഒരുപാട് സ്നേഹിച്ച, ഒരുപാട് ലാളിച്ച, ഒരുപാട് കരുതിയ, അർഹതയില്ലാത്തിടത്തു നിന്ന് വിളിച്ച് അഭിഷേകം ചെയ്ത, പോരാട്ട പരമ്പരകളിൽ കൂടെ ഇരുന്ന് വഴി നടത്തിയ, ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത മഹായുദ്ധങ്ങൾ നിസ്സാരമായി ജയിപ്പിച്ച, ചോദ്യം ചെയ്യാൻ എതിരാളിയില്ലാതെ ഇസ്രായേലിൻ്റെ രാജസിംഹാസനത്തിലിരുത്തിയ തൻ്റെ വിശ്വസ്തനായ രാജാവ് ഇപ്രകാരം ഒരു നീചകൃത്യം ചെയ്തിട്ട് അത് കണ്ടില്ലപ്പെട്ട് കണ്ണടച്ചിരിപ്പാൻ നീതിമാനായ ദൈവത്തിനാകില്ല. ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ പ്രവാചകനോട് പറയുന്നു, നാഥാനോട്, നീ ചെന്ന് ദാവീദിനെ ഈ കാര്യത്തിൽ ബോധ്യപ്പെടുത്തണം. ദാവീദ് മഹാരാജാവെന്ന പ്രതാപിയുടെ മുമ്പിൽ പോയി അവൻ ഇപ്രകാരം ഒരു കുറ്റം ചെയ്തു എന്ന് നേർക്ക് നേരെ പറഞ്ഞാൽ ഒരുപക്ഷെ ക്ഷണത്തിലുണ്ടാകുന്ന കോപം കൊണ്ടവൻ തൻ്റെ തല കൊയ്തെടുക്കുമെന്ന് ഉള്ളിൽ തോന്നിയ നാഥാൻ തന്ത്രപരമായിട്ടാണ് രാജാവിനെ സമീപിക്കുന്നത്. അതിനല്പം നാടകീയതയൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. കൊട്ടാരത്തിൽ ചെന്ന പ്രവാചകനെ, ദൈവത്തിൻ്റെ പ്രവാചകനെ വളരെ ഉപചാരപൂർവ്വം ദൈവത്തെ സ്വീകരിക്കുന്നത് പോലെ ദാവീദ് മഹാരാജാവ് സ്വീകരിച്ചു. വിശ്വസ്തരും ദൈവവിശ്വാസികളുമായ രാജാക്കന്മാരെല്ലാം ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രവാചകനൊരു പ്രത്യേകതയുള്ളത് പറയാനുള്ളത് മറകൂടാതെ പറയും എന്നുള്ളതാണ്. കാരണം അവന് ജീവിതത്തിൽ ആകെ കമ്മിറ്റ്മെൻ്റ് ഉള്ളത് ദൈവത്തോട് മാത്രമാണ്. ആമീൻ, ദൈവത്തോട് മാത്രം. ലോകത്തുള്ള യാതൊരു മനുഷ്യരോടും അവൻ ഏത് അധികാര സ്ഥാനത്തിരുന്നാലും യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ദൈവത്തിൻ്റെ പ്രവാചകനില്ല. എങ്കിലും നാഥാൻ വളരെ പ്രത്യേകമായ ഒരു രീതിയിലാണ് ദാവീദിനെ സമീപിച്ചത്. എന്തുണ്ട് വിശേഷമെന്നൊക്കെ ചോദിച്ച് കുശലം പറഞ്ഞിരിക്കെ നാഥാൻ ഒരു കൗശലത്തിലൂടെ ചോദിച്ചു, രാജാവേ, ഇത്രയും പ്രതാപിയായ യഹൂദ രാജാവായ ദാവീദ് സിംഹാസനത്തിൽ വാഴുമ്പോൾ ഈ രാജ്യത്ത് ഇത്രയും വലിയ അനർത്ഥം നടന്നിട്ട് രാജാവ് അറിയാത്തതെന്ത്, അതിന് നടപടി എടുക്കാത്തതെന്ത്? എന്താണ് ഉണ്ടായത്? എന്താണ് സംഭവം? അത് പറക. നാഥാൻ പറഞ്ഞു തുടങ്ങി, അങ്ങയുടെ ഭരണസീമയിലുള്ള ഈ രാജ്യത്ത് കൊട്ടാരത്തിൽ നിന്ന് ഒത്തിരി ദൂരെയല്ലാതെ ധനാഢ്യനായ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു. അയാൾക്ക് 100 കണക്കിന് ആടുമാടുകളുണ്ട്. അയാൾ മഹാസമ്പന്നനാണ്. അയാളുടെ വേലിക്കെട്ടിന് പുറംപോക്കിൽ ഒരു പാവപ്പെട്ട വിധവ ഒരു കുഞ്ഞാടിനെ വളർത്തി ജീവിക്കുന്നുണ്ട്. അവൾക്ക് ആകെയുള്ളത് ആട് മാത്രമാണ്, വേറെ സമ്പാദ്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഈ ധനാഢ്യൻ്റെ വീട്ടിൽ വിരുന്നിന് ആളുകൾ വന്നപ്പോൾ തൻ്റെ വലിയ മൃഗസമ്പത്തിൽ നിന്നൊരാടിനെ പിടിച്ച് പാചകം ചെയ്ത് വിരുന്നൊരുക്കി വിളമ്പി തൻ്റെ വിരുന്നുകാരെ പോഷിപ്പിച്ച് പറഞ്ഞയക്കാൻ അയാൾ ശ്രമിച്ചില്ല. പിന്നെ ആ പാവപ്പെട്ട വിധവയുടെ കുഞ്ഞാടിനെ പിടികൂടി ബലാത്കാരേണ അതിനെ കൊന്ന് വിരുന്നൊരുക്കി വിളമ്പി. രാജാവിൻ്റെ ഭാവം മാറി. ആ കണ്ണുകൾ 2 അഗ്നികുണ്ഡങ്ങളായി മാറി. അധരം വിറച്ചു. രാജദണ്ഡവൻ കയ്യിലെടുത്തു. രാജാവേ, ഇപ്രകാരം ഒരു മഹാനീചകൃത്യം ഈ രാജ്യത്ത് അരങ്ങേറിയിട്ട് അങ്ങത് അറിഞ്ഞില്ലെന്നും അങ്ങതിൻ്റെ പേരിൽ നടപടി എടുത്തില്ലെന്നും പറയുമ്പോൾ ഈ രാജസിംഹാസനത്തിൽ ഇരിപ്പാൻ അങ്ങ് എത്രത്തോളം അർഹനാണെന്ന് സ്വയം ചോദിക്കണം. രാജാവിന് പിന്നെ നിയന്ത്രണമുണ്ടായില്ല. സിംഹാസനത്തിൽ അദ്ദേഹം നിവർന്നിരുന്നു കൊണ്ട് അട്ടഹസിച്ചു. ആരെവിടെ? ഈ നീചകൃത്യം ചെയ്തവൻ ആരാണ്? അവൻ ആര് തന്നെയായാലും അവൻ ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ. തക്ക ശിക്ഷ അവന് കൊടുത്തിരിക്കും ദാവീദ്.
ആരാണവൻ? പ്രവാചകൻ്റെ ഭാവവും പെട്ടെന്നാണ് മാറിയത്. ഇരുന്ന ഇരിപ്പിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു പ്രവാചകൻ. ആ കണ്ണുകളിൽ 2 തീക്കുണ്ഡങ്ങൾ ആളിക്കത്താൻ തുടങ്ങി. പ്രവാചകൻ്റെ ഭാവം മാറുന്നത് കണ്ട് രാജാവ് ആശങ്കപ്പെട്ടു. പെട്ടെന്നൊന്ന് ഉലഞ്ഞു. തൻ്റെ വിരലുയർത്തി ദാവീദ് മഹാരാജാവിൻ്റെ കണ്ണിന് നേരെ ചൂണ്ടിപ്പിടിച്ചിട്ട് ദാക്ഷിണ്യമില്ലാതെ പ്രവാചകൻ അട്ടഹസിച്ചു, ദാവീദേ, ആ മനുഷ്യൻ നീ തന്നെയാണ് ഈ മഹാപാതകം ചെയ്ത നീചൻ. ദാവീദ് ഭ്രമിച്ചുപോയി. പ്രവാചക, അങ്ങ് പറയുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. രാജദണ്ഡ് താണു. രാജാവിൻ്റെ മുഖം വിളറി. ഉടനെ പ്രവാചകൻ ചോദിക്കുന്നു, ദാവീദേ, ഊറിയാവ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഊറിയാവിൻ്റെ വിധവ ബർശവ എങ്ങനെയാണ് രാജകൊട്ടാരത്തിൽ പട്ടമഹിഷിയായി വന്നത്? ലോകത്താരും ഒന്നും അറിഞ്ഞില്ലെന്ന് നനച്ച് നീ മൂടിവെച്ച ഈ മഹാരഹസ്യം സ്വർഗത്തിലെ ദൈവം തീ പോലെ കത്തുന്ന കണ്ണുകൊണ്ട് വായിച്ചെടുത്തു. അവൻ എൻ്റെ കാതിൽ പറഞ്ഞു, ദാവീദിനെ ഇത് ബോധ്യപ്പെടുത്തണമെന്ന്. ദൈവം അത് സഹിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല എന്ന്. ഇതിന് നീ ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ. ഇതിന് നിന്റെ മേൽ ശിക്ഷ വരാതിരിക്കുകയില്ലെന്നാണ് ദൈവകൽപ്പന. ദാവീദ് വല്ലാതെ ഉലഞ്ഞു. പ്രിയപ്പെട്ടവരെ, സകല നിയന്ത്രണവും വിട്ടുപോയ ദാവീദ് ഒരു നിമിഷം രാജദണ്ഡ് താഴെ വെച്ചു. തല കുമ്പിട്ട് തൻ്റെ രാജസിംഹാസനത്തിലിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് പിടഞ്ഞെഴുന്നേറ്റ് രാജസിംഹാസനത്തിൽ നിന്നവൻ ഓടി. ഇനി ഞാൻ ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ അർഹനല്ല. ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. സൂക്ഷിക്കാൻ കടപ്പെട്ടവൻ ചൂഷകനായി മാറിയിരിക്കുന്നു. സംരക്ഷിക്കാൻ കടപ്പെട്ടവൻ അന്ധകനായി തീർന്നിരിക്കുന്നു. വലിയ വിലാപം ദാവീദിലുണ്ടായി. ഇനി എനിക്ക് പിടിച്ചു നിൽപ്പില്ല. അവൻ തൻ്റെ അന്തഃപുരത്തിലേക്ക് ഓടി. പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്ന ദാവീദ് വെറും തറയിലേക്ക് കമിഴ്ന്നടിച്ചു വീണു. തറയിൽ കിടന്നവൻ തെക്കുവടക്കുരുണ്ടു. അവൻ മാറുതല്ലി കയറി വാവിട്ട് നിലവിളിച്ചു. അവൻ പറഞ്ഞു, ദൈവമേ, 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 ഞാനൊരു പാപിയായ മനുഷ്യനാണ്. വക്രഹൃദയമുള്ള ആളാണ്. ചതിയനാണ്, വഞ്ചകനാണ്, നീചനാണ്, ദുഷ്കൃത്യം ചെയ്തവനാണ്. സംരക്ഷിക്കേണ്ടതിന് പകരം ചൂഷണം ചെയ്തവനാണ്, കവർന്നെടുത്തവനാണ്. ദൈവമേ, പാപിയാണ് ഞാൻ. എനിക്ക് അർഹതയില്ല, യോഗ്യതയില്ല. നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, സ്വന്തം തെറ്റിനെക്കുറിച്ച് ഓർത്തിട്ടാണ് ദാവീദ് ഇവിടെ വിലാപം കഴിക്കുന്നത്. വേദപുസ്തകത്തിലെ 150 സങ്കീർത്തനങ്ങളിൽ അനുതാപ സങ്കീർത്തനങ്ങളുണ്ട്. അതിൽ എണ്ണം പറഞ്ഞ ഒരു അനുതാപ സങ്കീർത്തനമാണ് 51-ാമത്തെ സങ്കീർത്തനം. ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതിലെങ്കിലും എപ്പോഴെങ്കിലും പിഴവ് പറ്റിയെന്ന് ഉള്ളത്തിൽ ഉറപ്പുവരുന്ന ഒരു മനുഷ്യൻ മടികൂടാതെ വിലാപം കഴിക്കാൻ പറ്റുന്ന ഒരു സങ്കീർത്തനമാണ് 51-ാമത്തെ സങ്കീർത്തനം. നിലത്ത് മുട്ടുകുത്തിയിരുന്ന് നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ നെഞ്ചുകീറി ഈ സങ്കീർത്തനം വിലാപത്താൽ സമർപ്പിക്കുമെങ്കിൽ അത് അനുതാപത്തിൻ്റെ പരമകാഷ്ഠയിൽ അവനെ കൊണ്ട് ചെന്നെത്തിക്കും. ചൊല്ലിത്തീർക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ, പാടിത്തീർക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ, ഹൃദയം പറിച്ചു വെച്ച് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ നിലവിളിച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതാണ് അനുതാപം. ദാവീദിൻ്റെ വിലാപം അത് സ്വന്തം പാപത്തെക്കുറിച്ചോർത്തിട്ടുള്ള വിലാപമാണ്. ചെയ്തുപോയ തെറ്റ് ദൈവം കണ്ടിരിക്കുന്നുവെന്നും തനിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നുവെന്നും ഓർത്തിട്ടുള്ള വിലാപമാണ്. നാഥ, ശിക്ഷിക്കരുതേ എന്ന് ദാവീദ് വിലപിക്കുകയാണ്. ഞാൻ തിരുത്തപ്പെട്ടുകൊള്ളാം, തിരിച്ചു വന്നുകൊള്ളാം, തിരിഹിതം പോലെ ജീവിച്ചുകൊള്ളാം, തിരുവുള്ളത്തിനൊത്തവണ്ണം നടന്നുകൊള്ളാം, തിന്മയായതൊന്നും ചെയ്യാതിരിക്കാം, മരണപര്യന്തം വിശ്വസ്തനായിരുന്നു കൊള്ളാം, കരുണ തോന്നണം, ശിക്ഷിക്കരുതേ എന്ന് നെഞ്ചുകീറി നിലവിളിക്കുകയാണ് ദാവീദ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലൊരു വിലാപം നമുക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊരു വിലാപത്തിന് തക്ക സാഹചര്യമുണ്ടായിട്ടില്ല എന്നാണ് പലരും ന്യായം പറയുന്നത്. നാഥാൻ പ്രവാചകൻ ചെന്ന് ദാവീദിനെ ഈ വലിയ പാതകത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ദാവീദിന് ഈ ബോധവും ഈ വിലാപവും ഉണ്ടാകില്ലായിരുന്നല്ലോ. ലോകത്താരും അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ വിലപിക്കേണ്ട കാര്യമില്ലെന്നാണ് ഉള്ളം പറയുന്നതെങ്കിൽ തെറ്റിപ്പോയി. ദൈവം കണ്ടിരിക്കുന്നു. ദൈവം കണ്ടിട്ടും എനിക്ക് കേടൊന്നും വന്നില്ലല്ലോ എന്ന് പറയാൻ വരട്ടെ. ദൈവം കണ്ടിരിക്കുന്നു. രഹസ്യമായി ചെയ്തതും ആരോരും അറിയാതെ പൂഴ്ത്തിവെച്ചതുമായ പാപങ്ങളോർത്ത്
ചങ്കു പൊട്ടിക്കരയാൻ മടി കാണിച്ച് നീതിമാനെന്ന് സ്വയം വിധിച്ചും നടിച്ചും സമൂഹത്തിൽ വിരാജിച്ചാൽ ചെയ്ത തെറ്റിന് വില കൊടുക്കേണ്ടതായി വരും, തർക്കമില്ല. തിരിച്ചടി കിട്ടും, തർക്കമില്ല. ചെയ്തതിൻ്റെ 7 മടങ്ങ് മറുപടി പറയേണ്ടി വരും, തർക്കമില്ല. തിരിച്ചടി കിട്ടിത്തുടങ്ങിയ ശേഷം വിലാപം കഴിച്ചിട്ട് ഒരു പക്ഷെ പ്രയോജനം കിട്ടിയെന്ന് വരില്ല. അവസരം കഴിഞ്ഞുള്ള അനുതാപം കൊണ്ട് കാര്യമില്ലെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതെങ്കിലും പൂർവിക പാപങ്ങൾ ഗോപ്യമായി വെച്ചിട്ടുണ്ടെങ്കിൽ, മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ, കുമ്പസാരങ്ങളിൽ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് നിറകണ്ണോടെ മാപ്പിരന്നിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും പാപത്തെ രഹസ്യമായി മറച്ചു വെച്ചും സൂക്ഷിച്ചു വെച്ചും ജീവിത പ്രയാണം തുടരുന്നുവെങ്കിൽ, ദാവീദിനെ പോലെ നെഞ്ചുകീറി ഒന്ന് നിലവിളിക്കാൻ ഇത് തന്നെയാണ് സന്ദർഭമെന്ന് തിരിച്ചറിയുക. താമസിക്കല്ലേ. ദാവീദ് നിലവിളിച്ചത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. മാപ്പിരെന്ന് നിലവിളിച്ചു, ദൈവം അവന് ഉത്തരം കൊടുത്തു. അവൻ്റെ പാപം ദൈവം ക്ഷമിച്ചു. ദാവീദിനോട് പ്രവാചകൻ പറയുന്നുണ്ട്, ഈ വാൾ നിൻ്റെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറില്ല എങ്കിലും അത് നിൻ്റെ കാലത്ത് വെട്ടുകയില്ല. നിൻ്റെ മകൻ്റെ കാലത്തും ആ വാൾ നിൻ്റെ രാജ്യത്തോ നിൻ്റെ ഭവനത്തിലോ വീഴുകയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനൊരു കാലപരിധി ഉണ്ടായെങ്കിലും വില കൊടുക്കേണ്ടി വന്നു. തെറ്റാര് ചെയ്താലും എപ്പോൾ ചെയ്താലും അതിന് വില കൊടുത്തേ മതിയാകൂ. ദൈവം ക്ഷമിക്കും, നിശ്ചയമായിട്ടും ക്ഷമിക്കും. പക്ഷെ വില കൊടുത്തേ മതിയാകൂ. ദാവീദിൻ്റെ കാലത്ത് അതിന് ശിക്ഷയുണ്ടായില്ല, അല്ല, അതിന് വില കൊടുക്കേണ്ടി വന്നില്ല. അവൻ്റെ മകനായ ശലോമോൻ്റെ കാലത്തും അതിന് വില കൊടുക്കേണ്ടി വന്നില്ല. എന്നാൽ ശലോമോൻ്റെ മകനായ രഹബയാമിൻ്റെ കാലത്ത് അതിന് വില കൊടുക്കേണ്ടതായിട്ട് വന്നു. 127 രാജാക്കന്മാരുടെ കപ്പം വാങ്ങി ലോകൈക ചക്രവർത്തിമാരുടെ ചക്രവർത്തി എന്ന് ആരാലും വാഴ്ത്തപ്പെട്ടവനായി ജ്ഞാനഭണ്ഡാരമായി സിംഹാസനത്തിൽ വാണിരുന്ന ശലോമോൻ്റെ മകൻ രഹബയാമിൻ്റെ കാലത്ത് ഇസ്രയേൽ ചക്രവർത്തിയുടെ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. ഇസ്രയേലിലെ 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങൾ യൊരോബയാമെന്ന ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം ശമരിയായിൽ പ്രഖ്യാപിച്ച് മറ്റൊരു രാജ്യമായി പകുത്തുമാറി. അവശേഷിച്ച യഹൂദിയ ബെന്യാമിൻ ഗോത്രങ്ങൾ മാത്രമായി യഹൂദ രാജ്യത്തിൻ്റെ സമ്പത്ത്. അത് യെരുശലേമിൽ ആസ്ഥാനമായി ഭരണം തുടർന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ അനന്തര തലമുറയിൽ 2 തലമുറയ്ക്കപ്പുറം തീർച്ചയായിട്ടും ആ വാൾ വെട്ടുക തന്നെ ചെയ്തു. മൂടിവെച്ച പാവങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ല. പ്രിയപ്പെട്ടവരെ, അനുതപിക്കുന്നതാണ് ബുദ്ധി, അതാണ് വിവേകം. അതിനുള്ളതായ തീരുമാനമാണ് നമുക്കുണ്ടാകേണ്ടത്. കരയേണ്ട സമയത്ത് കരഞ്ഞാൽ നിലവിട്ടുള്ള നിലവിളി ഒഴിവാക്കാം. അല്പനേരത്തെ കണ്ണുനീര് കൊണ്ട് ഒരായുസ്സിൽ വരാവുന്ന ദോഷം നീങ്ങിക്കിട്ടുമെങ്കിൽ ആ നിലവിളിക്ക് മനസ്സ് വയ്ക്കുന്നതാണ് നല്ലത്. എന്നാൽ ആ നിലവിളിക്ക് മനസ്സ് വയ്ക്കാതെ ലോകത്തിൻ്റെ മുമ്പിലുള്ള അംഗീകാരമോ സ്ഥാനമാനങ്ങളോ മഹിമയോ മഹത്വമോ ഒക്കെ ഓർത്തിട്ട് ആ വിലാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നവർ ഓർക്കുക, ജീവിതാവസാനം വരെ ഒരു വിലാപം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ വിലാപത്തിന് ഉത്തരം കിട്ടി. നിശ്ചയമായിട്ടും ഉത്തരം കിട്ടി. അവൻ്റെ പാപത്തിന് ദൈവം ശമനം വരുത്തി കൊടുക്കുകയും അവൻ്റെ ശിക്ഷയ്ക്ക് ഇളവ് വരുത്തി കൊടുക്കുകയും ചെയ്തു. ഓർക്കുക, വിലാപം കഴിച്ചത് ദൈവത്തോടാണെങ്കിൽ ഉത്തരമുണ്ട് നിശ്ചയം. അവൻ മറുപടി തരാതിരിക്കയില്ല. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും വിഷയം ഇനിയും ദൈവസന്നിധിയിൽ ഏറ്റുപറയാനുണ്ടോ എന്നൊന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെന്നുള്ളം പറയുന്നുവെങ്കിൽ താമസിക്കല്ലേ. പറഞ്ഞിട്ടുണ്ടല്ലോ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ, തൻ്റെ ലംഘനങ്ങളെ മൂടിവെക്കുന്ന ഒരുവനും ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഈ കാലഘട്ടത്തിൽ എത്രയോ പേരത് ബോധ്യപ്പെട്ടു. അവർ തങ്ങളുടെ പാപങ്ങളെ മറകൂടാതെ ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും തിരുത്തുകയും പുതിയ മനുഷ്യരായി ജീവിക്കാൻ തീരുമാനിക്കുകയും സമർപ്പിക്കുകയും ചെയ്തു. അവർക്കതിൻ്റെ ഉത്തരവും കിട്ടി. സമാധാനത്തിൻ്റെ ജീവിതം, സംതൃപ്തിയുടെ ജീവിതം, അതുപോലെ തന്നെ പ്രത്യാശയുടെ ജീവിതം അവർക്ക് കിട്ടി.
അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പിന്നെ നിരാശപ്പെടേണ്ടി വരുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, തൻ്റെ ലംഘനങ്ങൾ മൂടിവെച്ചും മറച്ചുവെച്ചും ആരും കണ്ടുപിടിച്ചില്ല എന്ന് സ്വയം വിധിച്ച്, നീതിമാനെന്ന് സ്വയം വിധിച്ച് വിരാജിച്ച പലരും കാരണം കൂടാതെ കണ്ണുനീരിൽ വീണു പോകുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പ്രയാസങ്ങൾ വന്ന് ഭവിക്കുന്നു. ഒരിക്കലും മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില രോഗങ്ങൾ വന്ന് ഭവിക്കുന്നു. അസമ്പന്നതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ ആഡംബരപൂർണനായി അരങ്ങുവാണുകൊണ്ടിരിക്കുമ്പോൾ അശനിപാതം പോലെ വന്നു ഭവിച്ച ചില പ്രത്യേക സാഹചര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട നിലയിൽ അവരെ എത്തിക്കുന്നു. അതുമല്ലെങ്കിൽ അവരുടെ മക്കളിലൂടെ, അവരുടെ രോഗങ്ങളിലൂടെ അവർക്കതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. എത്ര വട്ടം ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞാലും അഹന്തയുള്ള മനുഷ്യനത് മനസ്സിലാകുന്നില്ല. അന്തരാത്മാവിൽ അത് ബോധ്യപ്പെട്ട് തിരുത്താൻ വിനയമാണ് ആവശ്യം. വിനയം ഇല്ലാത്തവർ വില കൊടുത്തു തന്നെ തീർക്കണം. പ്രിയപ്പെട്ടവരെ, വൈകിയിട്ടില്ല. ആരെങ്കിലും ഇനിയും അനുതപിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിനിപ്പോൾ തന്നെയാണ് അവസരമെന്ന് ഓർക്കുക. ഒരു നല്ല കുമ്പസാരത്തിന് ഇനിയെങ്കിലും താമസിക്കല്ല പ്രിയപ്പെട്ടവരെ. വിവേകമതികളാവുക. ആമേൻ, വിവേകമതികളാവുക. ക്ഷമിക്കുന്ന സ്നേഹമാണ് ദൈവം, പൊറുക്കുന്ന സ്നേഹമാണ് ദൈവം. അടുത്തു വന്ന് നെഞ്ചുകീറി നിലവിളിക്കുന്നവരോട് അനുകമ്പ തോന്നുന്നവനാണ് ദൈവം. ശിക്ഷിക്കുക എന്നുള്ളതല്ല, രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അജണ്ട. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്ന് പാപിയുടെ മേൽ വരേണ്ട ശിക്ഷ പാപിയുടെ മേൽ വരാതിരിക്കാൻ പാപിക്ക് പകരം പ്രായശ്ചിത്തയാഗമായി കുരിശേറിയ പരിശുദ്ധൻ അവനിപ്പോഴും ജീവിക്കുന്നു. അവനിപ്പോഴും പ്രതീക്ഷ നൽകുന്നു. കുഞ്ഞെ, നിൻ്റെ ഏത് പാപവും ക്ഷമിക്കപ്പെടും. പ്രവാചകൻ എഴുതിയില്ലേ, നിൻ്റെ പാപം അത് രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന്. നിശ്ചയമായിട്ടും കർത്താവ് അത് ചെയ്യുവാൻ മതിയായവനാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം വാക്യത്തിൽ വ്യക്തമായി എഴുതിയല്ലോ. കറയോ ചുളുക്കമോ ഇല്ലാതെ നമ്മെ നിർമ്മലരായി കഴുകി വെടിപ്പാക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആശങ്ക കൂടാതെ അടുത്തു വരിക. വാസ്തവമായിട്ടും അനുതപിക്കുക. പാപങ്ങളോട് വിട പറയുക. യേശു ക്രിസ്തുവിൽ പാപമോചനമുണ്ട്. മറ്റൊരുത്തനിലും അത് ലഭ്യമാകയില്ല. ലോകത്തിൻ്റെ ഒരു മാനദണ്ഡങ്ങളിൽ നിന്നും അത് സാധ്യമാകയില്ല. ദാവീദ് വിലാപം കഴിച്ചതുപോലെ സ്വന്തം തെറ്റിനെക്കുറിച്ചോർത്ത ദൈവം തമ്പുരാൻ്റെ തിരുമുമ്പിൽ നെഞ്ചുകീറി നിലവിളിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ഉത്തരം കിട്ടും. പ്രിയപ്പെട്ടവരെ, നിശ്ചയമായിട്ടും ഉത്തരം കിട്ടും. അതുകൊണ്ട് താമസിക്കല്ലേ, അനുതപിച്ചാട്ടെ. വിലാപം കഴിച്ച മറ്റ് ചിലരെക്കുറിച്ച് ഇനിയും പറയാനുണ്ട്. അതിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും പങ്കിടാനുണ്ട്. അതടുത്ത പ്രാവശ്യം പറയാം. ഇപ്പോഴീ സന്ദേശത്തിന് ഇവിടെ വിരാമം കുറിക്കട്ടെ. നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ദാവീദ മഹാരാജാവ് കഴിച്ചൊരു വിലാപത്തെക്കുറിച്ച്, അതിനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച്, അതിന് കിട്ടിയ മറുപടിയെക്കുറിച്ചൊക്കെ ഇന്ന് അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചു കൊണ്ടിരുന്നല്ലോ. ദൈവമേ, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. തെറ്റുപറ്റിയവനത് മൂടി വയ്ക്കാതെ ഏറ്റുപറഞ്ഞ് വിലാപം കഴിക്കുമെങ്കിൽ, ദാവീദ് കാണിച്ച മാതൃക പിന്തുടരുമെങ്കിൽ നിശ്ചയമായിട്ടും ക്ഷമിക്കുന്ന സ്നേഹമാണ് അവിടെ നിന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ദൈവമായ കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് അനുതപിക്കാൻ, ഞങ്ങൾ തെറ്റുതിരുത്താൻ, തിരുമുമ്പിൽ നിലവിളിപ്പാൻ, പാപങ്ങളേറ്റു പറയാൻ, അത് ഉപേക്ഷിച്ച് തിരുത്തി ജീവിതത്തിൽ പ്രത്യാശ കൈവരിപ്പാൻ, പുതിയ ദർശനം പ്രാപിപ്പാൻ ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരവും കൃപയും ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. അവിടുത്തെ ബലമേറിയ ഭുജം ഞങ്ങളെ താങ്ങണമേ. ദൈവമേ, ഇപ്പോൾ നിറകണ്ണോടെ പ്രാർത്ഥിക്കുന്ന ആരുണ്ടെങ്കിലും അവരുടെ മേലാണിപ്പാറുള്ള കരം നീട്ടിവെച്ചവർക്ക് പാപമോചനം നൽകണമേ. നിൻ്റെ ജനത്തെ വിശുദ്ധീകരിക്കണമേ. ആശ്വാസം പകരണമേ. സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.
ഒരു